കുടുംബാംഗങ്ങളെ, മറ്റു ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിൽജിത്ത്. ഞാൻ രാജേശ്വരി. സമന്യ കഴിഞ്ഞ 2 വർഷമായി നടത്തിവരുന്ന വാർഷികാഘോഷം ഈ വർഷം ഇമ്പം 2024 എന്ന പേരിൽ അരങ്ങേറുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി തന്നെയാണ് ഈ വർഷത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന സുവനീറിനെ കുറിച്ചാണ്. നമ്മുടെ സഹപ്രവർത്തകർക്കിടയിലെ സർഗാത്മക സൗന്ദര്യം, കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ ജീവസുറ്റ നിമിഷങ്ങൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മായാത്ത മുദ്രയായി അവശേഷിപ്പിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. മുൻ വർഷങ്ങളിൽ പ്രാവർത്തികമാക്കാൻ പറ്റാതിരുന്ന ഈ സംരംഭം ഈ വർഷം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷമുളവാക്കുന്നു. അത് വരും വർഷങ്ങളിലും തുടരാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത, മുൻ വർഷങ്ങളിൽ ജീവനക്കാരുടെ പരിപാടി മാത്രം അരങ്ങേറിയിരുന്ന ഈ വേദിയിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മളെ കാത്തിരിക്കുന്നത് ഒരു മെഗാ ഷോയാണ്. ഐബീം ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീനാഥ് നയിക്കുന്ന മെഗാ ഷോ നമ്മളെ ആഘോഷത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കാൻ കാത്തിരിക്കുന്നു എന്ന് എടുത്തു പറയട്ടെ. ഇതുകൂടാതെ ഈ പരിപാടിയുടെ ഹൈലൈറ്റായ അല്ലെങ്കിൽ എടുത്തു പറയേണ്ട പ്രധാന വസ്തുത നമ്മുടെ വകുപ്പിൽ നിന്നും വിരമിച്ചു പോയവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഒരു നാൾ സൂര്യൻ അസ്തമിക്കുന്നതോടെ അനിവാര്യമായും അരങ്ങൊഴിഞ്ഞു പോയവർ, അവർക്ക് നമ്മളോടൊപ്പം കൂടിച്ചേരാൻ ഒരു അവസരം ഒരുക്കുന്നു എന്നതാണ് ഈ പരിപാടിയെ അർത്ഥപൂർണമാക്കുന്നു എന്നെടുത്തു പറയട്ടെ. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്നത്തെ പരിപാടിയെ ഇമ്പം 2024 ഔദ്യോഗിക ഉദ്ഘാടനം ചടങ്ങിലേക്ക് കടക്കാം. ആദ്യമായി ഇമ്പം 2024 കൺവീനറും GST ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറുമായ ശ്രീ പത്മനാഭൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ രക്ഷാധികാരിയും നമ്മുടെ പ്രിയപ്പെട്ട ജോയിന്റ് കമ്മീഷണറുമായ ശ്രീ രാജേഷ് സാറെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ മുൻ രക്ഷാധികാരിയും തൃശ്ശൂർ ജോയിന്റ് കമ്മീഷൻ അപ്പീൽസുമായ ശ്രീ അഭിലാഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ മുൻ കൺവീനറും ഡിവിഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറുമായ പ്രേംകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ ട്രഷററും നമ്മുടെ മാനേജറുമായ ശ്രീമതി ഗീതാ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ സ്പോർട്സ് കമ്മിറ്റി കൺവീനറും ടാക്സ് പെയർ യൂണിറ്റ് ഈസ്റ്റ് ഓഫീസിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുമായ റഫീഖ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ സൂനിയർ കമ്മിറ്റി കൺവീനറും ടാക്സ് പെയർ യൂണിറ്റ് പട്ടാമ്പി അസിസ്റ്റന്റ് കമ്മീഷണറുമായ രവീന്ദ്ര സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വകുപ്പിൽ നിന്ന് കമേഴ്ഷ്യൽ ടാക്സ് ഓഫീസറായി റിട്ടയർ ചെയ്ത ആദരണീയനായ ശ്രീ സേനൻ സാറെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. GST പ്രാക്ടീഷണറുടെ പ്രതിനിധിയായി ശ്രീ പ്രമോദ് ടി അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീമതി ബുഷറയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ ജോയിന്റ് കൺവീനറായ ശ്രീ പ്രകാശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാര്യപരിപാടികൾ നിയന്ത്രിക്കുന്നതിനായി ഇമ്പം 2024 കൺവീനറും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ശ്രീ പത്മനാഭൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമന്വയയുടെ തുടർച്ചയായ ആഘോഷ പരിപാടികളുടെ ഭാഗമായി 3ാമത്തെ വാർഷികാഘോഷമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വാർഷികാഘോഷവും ഇതേ വേദിയിലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഔദ്യോഗികമായി അതിൻ്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ഗീത മാഡത്തെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 26 പാലക്കാട് ജില്ലാ സംസ്ഥാന GST വകുപ്പിൻ്റെ കലാസാംസ്കാരിക സംഘടനയായ സമന്വയയുടെ 3ാം വാർഷികം ഇമ്പം 2024 ഇന്നിവിടെ അരങ്ങേറുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലും സമന്വയ അതിൻ്റെ വാർഷികാഘോഷങ്ങൾ വളരെ വിപുലമായി തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് ഇതിൻ്റെ 3ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്.
മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വേറിട്ട രീതിയിലാണ് നമ്മൾ ഈ വർഷം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ കലാപരിപാടികൾക്ക് പുറമെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീനാഥിൻ്റെയും സംഘത്തിൻ്റെയും ഒരു മെഗാ ഷോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ കുടുംബാംഗങ്ങളെ, കുട്ടികളെയും ഒക്കെ വിവിധ പരിപാടികളിൽ ഉൾപ്പെടുത്തി അങ്ങനെ പല പരിപാടികൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നടത്തി ആണ് ഈ ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ പത്മനാഭൻ സാറാണ്. സാറ് നമ്മുടെ ഓഡിറ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണറും സമന്വയയുടെ ഇപ്പോഴത്തെ കൺവീനറുമാണ്. കഴിഞ്ഞ വർഷവും സാറ് തന്നെയായിരുന്നു നമ്മുടെ കൺവീനർ. ഈ പരിപാടി നമ്മൾ തീരുമാനിച്ച ദിവസം മുതൽ ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്ന ഈ ദിവസം വരെ സാറ് ഇതിൻ്റെ പുറകിൽ വളരെയധികം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വിജയത്തിനായിട്ട് സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാറ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിനെ സമന്വയിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സമന്വയയുടെ രക്ഷാധികാരിയും പാലക്കാട് ജില്ലാ ജോയിൻറ്റ് കമ്മീഷണറുമായ രാജേഷ് സാറാണ്. ഈ പരിപാടി ജില്ലയിലെയും ഈ ജില്ലയിലുള്ളവരെയും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി മറ്റ് ജില്ലകളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി വളരെ മികച്ച രീതിയിൽ നടത്തണമെന്നുള്ളത് സാറിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി തുടക്കം മുതൽ തന്നെ സാറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഒരു കേഡർ വ്യത്യാസവും ഇല്ലാതെ എല്ലാ ജീവനക്കാരുടെയും കൂട്ടായ്മയായി ഈ പരിപാടി മാറണമെന്നുള്ളതും സാറിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി സാറിൻ്റെ എല്ലാ ശ്രമങ്ങളും ഇതിനുണ്ടായിട്ടുണ്ട്. സാറിനെ സമന്വയിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സമന്വയയുടെ ആദ്യത്തെ രക്ഷാധികാരിയും ഇപ്പോൾ തൃശ്ശൂർ JC ജോയിൻറ്റ് കമ്മീഷണർ അപ്പീൽസുമായിട്ടുള്ള അഭിലാഷ് സാറാണ്. അഭിലാഷ് സാറിനെ ഈ ജില്ലയിൽ നമുക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സമന്വയ രൂപീകരിച്ച ആ ദിവസം മുതൽ ഇന്ന് വരെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സാറിൻ്റെ സാന്നിധ്യവും സഹകരണവും നമുക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. സാറ് എൻ്റെ ഫാമിലി ഉൾപ്പെടെയാണ് സാർ എല്ലാ പ്രാവശ്യവും പരിപാടിക്ക് എത്തുന്നത്. ഈ പ്രാവശ്യം എന്തോ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഫാമിലി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്നും ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം എല്ലാ പരിപാടിയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഇതിന് സംഘടിപ്പിക്കാനും അഭിലാഷ് സാറ് ഒരു വലിയ പങ്ക് നമുക്ക് വഹിച്ചിട്ടുണ്ട്. സാറിനെ സമന്വയയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുള്ളത് സമന്വയയുടെ ആദ്യത്തെ കൺവീനറും പാലക്കാട് ഡിവിഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറുമായ ശ്രീ പ്രേംകുമാർ സാറാണ്. ഞാൻ അറിഞ്ഞത് അനുസരിച്ചിട്ട് സമന്വയ എന്ന ഈ കൂട്ടായ്മയുടെ ആശയം ആദ്യമായി കൊണ്ടുവന്നതും അത് പ്രവർത്തികമാക്കാൻ ശ്രമിച്ചതും പ്രേംകുമാർ സാറിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ്. ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹവും സാറിനുണ്ട്. ഈ പരിപാടിയുടെ നടത്തിപ്പിന് സാറിൻ്റെ ഇടപെടലുകൾ വളരെ വലുതാണ്. ഈ മാസം 31 സർവീസിൽ നിന്നും വിരമിക്കുകയാണെങ്കിലും ഔദ്യോഗികമായ അതിനെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ എല്ലാ സമയവും സഹകരണവും നമ്മൾക്ക് തരുന്നുണ്ട്. അപ്പോൾ സാറിന് സമന്വയയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ ഒരു സുവനീർ നമ്മൾ പ്രകാശിപ്പിക്കാൻ, അതും ഈ ഒരു വർഷത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ജില്ലയിൽ ആദ്യമായിട്ടൊരു സുവനീർ പ്രകാശിപ്പിക്കുന്നതിനുള്ള പരിപാടികളൊക്കെ ഒരുവിധം എത്തിയിട്ടുണ്ട്. സുവനീർ കമ്മിറ്റി കൺവീനറും എഡിറ്ററും ആയ ശ്രീ രവീന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പട്ടാമ്പി ഓഫീസിലെ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് അദ്ദേഹം. ഈ സുവനീറിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ തന്നെ ശ്രീ രവീന്ദ്രൻ്റെ പേര് വരികയും ആ ആശയം അദ്ദേഹം വന്നപ്പോൾ തന്നെ ശ്രീ രവീന്ദ്രനെ അതിൻ്റെ അമരക്കാരനാക്കുകയും അദ്ദേഹം ആ ഭാഗം നല്ല രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ശ്രീ രവീന്ദ്രനെയും ഈ ചടങ്ങിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു.
പിന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സ് കമ്മിറ്റി കൺവീനറായി ശ്രീ റഫീഖ് സാറാണ്, ഈസ്റ്റ് സർക്കിളിലെ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് അദ്ദേഹം. ജീവനക്കാരുടെയും കുട്ടികളുടെയും അടക്കം പല ഗെയിംസ് പരിപാടികളും സംഘടിപ്പിച്ച് അതെല്ലാം വളരെ നല്ല രീതിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെയും ഈ സുവനീർ ഈ സമന്വയക്ക് വേണ്ടിയിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് സുവനീർ കമ്മിറ്റി മെമ്പറും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള ബുഷ്ര എത്തിയിട്ടുണ്ട്. ബുഷ്രയും ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ജീവനക്കാരുടെ വിരമിച്ച ജീവനക്കാരുടെ പ്രതിനിധിയായി നമ്മളെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ശ്രീ സേനൻ സാർ എത്തിയിട്ടുണ്ട്. സാർ ഈ വകുപ്പിൽ നിന്ന് ഓഫീസറായി വിരമിച്ചതാണ്. സാറിനെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ പ്രതിനിധിയായി ശ്രീ പ്രമോദ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രമോദിനെയും, ഇവരും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്, പ്രമോദിനെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾക്കിവിടെ നന്ദി പറയാനെത്തിയിരിക്കുന്നത് പ്രകാശാണ്, സമന്വയയുടെ ജോയിൻറ്റ് കൺവീനറാണ്. പ്രകാശ് ഈ പരിപാടിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്ക് ഈ ചടങ്ങിന് നന്ദി പറയുന്നത് പ്രകാശാണ്. പ്രകാശിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ, കുട്ടികൾ, വ്യാപാരി സമൂഹത്തിൻ്റെ പ്രതിനിധികൾ, ടാക്സ് പ്രാക്ടീഷണേഴ്സ്, ഇതുവരെ വന്നവരും ഇനി ഒരുപാട് പേര് വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കുടുംബ സംഗമം അല്ലെങ്കിൽ വാർഷിക ആഘോഷം എന്ന് പറഞ്ഞ് നമ്മൾ 3-ാം പ്രാവശ്യമാണ് ഇവിടെ ഒന്നിച്ചു കൂടുന്നത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജോലിയുടേതായ ഒരുപാട് സമ്മർദ്ദങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മളുടേതായ സന്തോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി ഒരു ഒത്തുകൂടൽ, അത് ഇതുപോലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഇന്നലെ വരെ നമ്മുടെ ജോലി ചെയ്തവരെ ഒക്കെ ഒന്ന് കാണാനും അവരുടെയൊക്കെ ആഘോഷങ്ങളും പങ്കുചേരാൻ വിളിക്കുന്നതും ആയ ഒരുപാട് കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇമ്പം 24 എന്ന പേരിൽ നമ്മൾ ഈ നമ്മുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അറിയാം, ജീവനക്കാർക്ക് ജില്ലയിലൊരു കൂട്ടായ്മ വേണമെന്നും അത് ഇതുപോലെ ഒരു വാർഷികാഘോഷം പോലെ നടത്തി ജീവനക്കാരുടെ ഒരു യോജിപ്പും, അത് മതപരമായതോ ജോലി സംബന്ധമായതോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ആടിത്തിമിറക്കുന്ന ഒരാഘോഷം വേണമെന്നും ഉള്ള ചിന്ത ആദ്യം രൂപപ്പെടുന്നത് നമ്മുടെ അഭിലാഷ് സാർ ജോയിൻറ്റ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ്. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ സമന്വയയുടെ വൈവിധ്യമാർന്ന എല്ലാ പരിപാടികൾക്കും അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുള്ള അഭിലാഷ് സാറിനെ പരാമർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനുശേഷം നമുക്ക് ഇപ്പോഴത്തെ ജോയിൻറ്റ് കമ്മീഷണർ രാജേഷ് സാറ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജീവനക്കാരിൽ കുറേ കുറവ് വന്നു, ആഘോഷങ്ങൾ നടത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിലൊരു സന്ദേഹത്തിനിടയില്ലാതെ നമ്മളത് നടത്തണം, ഈ വർഷമല്ല എല്ലാ വർഷവും നമ്മുടെ വാർഷികാഘോഷം നടത്തണം എന്നുള്ള രാജേഷ് സാറിൻ്റെ ഒരു അഭിലാഷത്തിൻ്റെ പുറകിൽ ശക്തമായി പ്രവർത്തിക്കാൻ കുറച്ച് നമ്മുടെ ജീവനക്കാരെയും കൂട്ടുകാരെയും കിട്ടിയതോടുകൂടിയാണ് നമുക്ക് ഈ വാർഷികാഘോഷം ഇതുപോലെ ആഹ്ലാദപ്രദമാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആഘോഷം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ചർച്ചകളിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ജീവനക്കാരുടെ സർഗസൃഷ്ടികൾ പ്രതിഫലിക്കുന്ന ഒരു സുവനീർ ഇറക്കുക എന്നുള്ളത്. 2, നമ്മുടെ കൂടെ ഇന്നലെ വരെ ജോലി ചെയ്തു പോയവരെ കൂടി ഈ പരിപാടിയിൽ സംഘടിപ്പിക്കുകയും അവരെ കാണാനുള്ളൊരവസരവും സൃഷ്ടിക്കുക എന്നുള്ളതും. 3, മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ കായികമായ മത്സരങ്ങളും ഒക്കെ നടത്തണമെന്നുള്ളതും. അങ്ങനെ നമുക്കിതെല്ലാം ഇപ്രാവശ്യം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഇമ്പം 24-ൻ്റെ സവിശേഷത എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. നമ്മൾക്ക് ഓരോ മാസവും നമുക്ക് ഓരോ കായിക ഇനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ നമ്മുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ നമുക്ക് ജീവനക്കാരുടെ സർഗസൃഷ്ടി ഉൾക്കൊള്ളിക്കുന്ന ഒരു സുവനീർ പുറത്തിറക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ പുറകിൽ
അക്ഷീണം പ്രവർത്തിച്ച അവരെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ പരാമർശിക്കുകയാണ്. സുവനീറിൻ്റെ കൺവീനറായിട്ടുള്ള രവീന്ദ്രൻ, സ്പോർട്സ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള റഫീഖ്, അവരുടെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ ഒരു സംഘം തന്നെ ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രകടനം പുറത്തുവെക്കാൻ അവരെല്ലാം അകമഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം ഒത്തൊരുമിച്ച് നമ്മുടെ എല്ലാ ജീവനക്കാരെയും ഒത്തൊരുമിച്ച് കാണാനും അവരെ കുടുംബാംഗങ്ങളായിട്ട് പങ്കുചേരാനും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദങ്ങളില്ലാത്ത ഒരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പാലക്കാട് ജില്ലാ ജോയിന്റ് കമ്മീഷണറും സമന്വയയുടെ രക്ഷാധികാരിയുമായ രാജേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള നമ്മുടെ പൂർവ്വസൂര്യകൾ, ഇനി കുറച്ച് പേര് എത്തിയിട്ടുണ്ട്, കുറച്ച് പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ അരങ്ങിൽ ആരവമുണർത്തിക്കൊണ്ട് ഇമ്പം 2024 അരങ്ങേറുകയാണ്. ഈ ഒരു ചിന്ത എങ്ങനെ ഉടലെടുത്തുവെന്നും അതെങ്ങനെ വികസിച്ചുവെന്നും ഒക്കെ നമ്മുടെ അധ്യക്ഷ പ്രസംഗനായ ശ്രീ പത്മനാഭൻ നിങ്ങളോട് വിവരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ നമ്മളുടെ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മ വേണമെന്നും അത് നമ്മൾ അർഹിക്കുന്ന ഒരു തലത്തിൽ നമ്മൾക്ക് ഒരു സെൽഫ് എസ്റ്റീം അതിന് അനുസൃതമാകുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് തന്നെ അത് ആഘോഷിക്കണമെന്നുമുള്ള ഉന്നതമായ ചിന്ത നമ്മളിലേക്ക് കടത്തിവിട്ട ഇതിൻ്റെ ആദ്യത്തെ കൺവീനർ രക്ഷാധികാരിയും വളരെയേറെ പ്രശംസ അർഹിക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരും തന്നെ നടത്തിയ അക്ഷീണ പരിശ്രമങ്ങളുടെ ഫലമാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്ന ഈ ഇമ്പം 2024. ഇന്ന് എനിക്ക് കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നമ്മളുടെ റിട്ടയർ ചെയ്ത കുറച്ചേറെ ജീവനക്കാർ ഇവിടെ വന്ന് ചേരുന്നുണ്ട്. നമ്മുടെ പലരെയും കൈപിടിച്ച് നടത്തിയിട്ടുള്ള ഇന്ന് ഇവിടുത്തെ ഉന്നത കേഡറിലിരിക്കുന്ന പലരെയും കൈപിടിച്ച് നടത്തുകയും മാർഗനിർദ്ദേശം നടത്തുകയും ചെയ്തിട്ടുള്ള പലരുമാണ് നമ്മളുടെ റിട്ടയർ ചെയ്തു പോയ ജീവനക്കാർ. അവർക്ക് അവരുടേതായ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലും അവർക്ക് നമ്മളുമായിട്ട് സംവേദിക്കാനുള്ളൊരു അവസരം ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മളെല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് തങ്കപ്പ സാറിനെ റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതാവായ തങ്കപ്പ സാറിനെ ബന്ധപ്പെട്ടു. സാറിൻ്റെയും നമ്മുടെയൊക്കെ പരിശ്രമം കൊണ്ട് കുറച്ചേറെ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ആൾക്കാർ എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു വ്യക്തിപരമായ ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ജനിച്ച തിരുവല്ലായും വളർന്ന കായംകുളവും കുറച്ചാൾ പഠിച്ച ഓച്ചറയും കഴിഞ്ഞാൽ എൻ്റെ ബാല്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉരുവിട്ടിരുന്ന പേര് പാലക്കാടിൻ്റെ ആയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഇവിടെ ജില്ലയിൽ പല ചെക്ക് പോസ്റ്റുകളിലും പല ഓഫീസുകളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ എത്തിച്ചേർന്നിട്ടുള്ള പലർക്കും അച്ഛനെ അറിയാം, അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. എൻ്റെ നാട്ടിലെ സ്ഥലങ്ങൾ പോലെ തന്നെ പരിചയങ്ങളായിരുന്നു എനിക്ക് ചിറ്റൂരും വാളയാറും വേലന്താവളവും അതുപോലെയൊക്കെയുള്ള പാലക്കാട് സ്ഥലങ്ങൾ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമ്പോൾ എനിക്കതൊരു പഴയ കാലത്തിൻ്റെ തിരിച്ചുപോക്കാണ്. ആ പഴയ കാലം എന്ന് പറയുമ്പോൾ അന്ന് അച്ഛൻ കായംകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാണ് ഇവിടെ എത്തിയെന്നുള്ളവരെ അറിയുന്നത്. കാരണം ലെറ്ററിൽ കുറിച്ചിടുമ്പോഴാണ് പാലക്കാട് എത്തിയെന്നുള്ള കാര്യം അറിയുന്നത്. പക്ഷേ അന്ന് അച്ഛന് വീട്ടിൽ നിന്ന് ലെറ്റർ വരുമ്പോൾ ഭവാനി ടീച്ചറിൻ്റെ കത്ത് വന്നിട്ടുണ്ട്, മോന് കരപ്പനാണ്, പനിയാണ്, സ്കൂളിൽ പോയി എന്നൊക്കെയുള്ള വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ലെറ്റർ സാറേ ഭവാനി ടീച്ചറിൻ്റെ കത്ത് കൊണ്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളാണ് അച്ഛന് ലെറ്റർ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ബന്ധമാണ്, അന്നത്തെ കാലത്തെ ഒരു ബന്ധമാണ്.
അന്ന് ഇന്നത്തെ പോലെ മൊബൈലോ ഫോണോ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ബന്ധങ്ങൾ വളരെ ദൃഢമായിരുന്നു. പക്ഷേ നമ്മൾക്ക് സംവേദിക്കാൻ കൂടുതൽ മാർഗങ്ങൾ കിട്ടിയതോടുകൂടി നമ്മളുടെ ബന്ധങ്ങൾ പതുക്കെ പതുക്കെ അകന്നുപോയി. നമ്മൾ തുരുത്തുകളായി മാറി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഓഫീസിലെ ആരാണെന്ന് പോലും നമുക്കറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. ഞാൻ ചില പേഴ്സണൽ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് നാൾ, ഒരു വർഷം ഞാൻ മൈസൂരിലായിരുന്നപ്പോൾ പോലും എനിക്ക് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഓഫീസർമാരെ അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ, ഞാൻ തൃശ്ശൂരാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, തൃശ്ശൂർ ജില്ലയിലെ ഓഫീസർമാരാണെന്നും എനിക്കറിയില്ല. ആ ഒരു നിലയിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർ മാറുമ്പോൾ നമ്മൾ തമ്മിലും നമ്മളുടെ കുടുംബാംഗങ്ങൾ തമ്മിലും ഒരു ഐക്യവും ഒരു സ്നേഹബന്ധവും ഉടലെടുക്കേണ്ടത് എത്രയും അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മളുടെ ജീവിതത്തിലെ ഒരു സിംഹഭാഗവും നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ നമ്മുടെ ബന്ധുക്കളോടോ അല്ല നമ്മുടെ ഭാര്യയോടോ മക്കളോടോ അല്ല. അതിനെ കൂടുതൽ സമയം നമ്മളുടെ സഹപ്രവർത്തകരോടാണ് ഒത്ത് ചെലവഴിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ എടുക്കാനും പലപ്പോഴും പല കേഡർ വ്യത്യാസങ്ങളുണ്ടാകും നമ്മൾ ഇടപെടുന്നതിൽ. അപ്പോൾ അത്തരം കേഡർ വ്യത്യാസങ്ങളുടെ അതിർവരുമ്പോഴെല്ലാം അലിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് സംസാരിക്കാനും ഇടപഴകാനും ആഘോഷിക്കാനും ഉള്ള ഒരു വേദിയാണ് നമുക്ക് സമുന്നയം ഒരുക്കി തന്നിട്ടുള്ളത്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളിന്ന് നമ്മൾ കയറി വന്നപ്പോൾ ഉദ്ഘാടന വേദിയിൽ കണ്ട ഒരു ഡാൻസ് തന്നെ. അവിടെ ലിംഗഭേദങ്ങളില്ല, വർഗഭേദങ്ങളില്ല, രാഷ്ട്രീയ ഭേദങ്ങളില്ല, കേഡർ ഭേദങ്ങളില്ല, എല്ലാവരും ആഘോഷിക്കുകയാണ്. അപ്പം ഇത്ര ഒരു ആഘോഷമാണ് സമുന്നയയുടെ ലക്ഷ്യം. ഇത്ര ഒരു ആഘോഷമായിരുന്നു അരങ്ങിൽ ഉണർന്നത്, ആ ആരവത്തിലൂടെ വികസിച്ചത്, ഇന്ന് ഇമ്പത്തിലെത്തിയിരിക്കുന്നത്, നാളെ ഈണത്തിലേക്ക് ഈ അങ്ങനെ നീണ്ടു പോകേണ്ട ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം കുറച്ച് നമ്മൾ തീരുമാനിച്ച സമയത്തിൽ നിന്നും കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാനുമതിയോടുകൂടി ഈ ഇമ്പം ഇന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യാണ്. നമ്മുടെ എല്ലാം മനസ്സിനെയും കാതിനെയും ഭൂതങ്ങളെയും ഉണർത്തുന്ന, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെയും ആസ്വദിപ്പിക്കുന്ന ഒരു ദൃശ്യ ശ്രവ്യ നവ്യ മാധുര്യമേറുന്ന അനുഭവമാവട്ടെ ഇമ്പമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഇന്ന് ഇവിടെ ഈ സമയം നമ്മളുടെ ഇമ്പം ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. നന്നായിട്ട് ആഘോഷിക്കുക.